ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി, ഒരു സ്നാക്സോ. ഇത് വന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് വരലക്ഷ്മി ഫെസ്റ്റിവലിന് വേണ്ടി. ആൻഡ് ഓൾസോ ഈ ഒരു എന്താ പറയുക സ്നാക്ക് വന്നിട്ട് നമുക്ക് ഓണത്തിന് ഇൻക്ലൂഡ് ചെയ്യാം. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ സൂപ്പറായ ഒരു സ്നാക്ക് കിട്ടും. ആൻഡ് ഈ സ്നാക്കിൻ്റെ പേര് വന്നിട്ട് അതിരസം എന്ന് പറയും, പിന്നെ കന്നഡയിൽ കജായ എന്നും പറയും. സോ ഫ്രണ്ട്സ്, ഇതാ അതിരസം ഇല്ലെങ്കിൽ കജായ എന്ന് പറയുന്നത്. സോ ഇതിലെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിലേക്ക് ഞാൻ 1 കിലോ പച്ചരിയും 4 മണിക്കൂർ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു. ഡ്രെയിൻ ചെയ്യുന്ന ഒരു 15 to 20 നിമിഷമാണ് ഡ്രെയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ജാർ മിക്സി എടുത്ത് ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കാം. സോ ഈ നനവോടെ തന്നെ നമുക്ക് മിക്സിയിൽ ഇടുന്ന കാരണം നമുക്ക് ഓൾറെഡി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി ഇടുവാണെങ്കിൽ മിക്സിയുടെ ഹീറ്റിന് ഇച്ചിരി കൂടെ ഡ്രൈ ആവും. സോ ഈ ഒരു ലെവലിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഹീറ്റിന് ഇത് ബാലൻസായി നല്ലൊരു നനവോടെ നമുക്ക് മാവ് കിട്ടും. സോ ഇവിടെ ഞാൻ മാവ് നന്നായിട്ട് ഫൈനായിട്ട് എന്താ പറയുന്നത് മിക്സിയിലിട്ട് അരിച്ച് ഒരു സ്ട്രെയിനർ എടുത്ത് ഞാൻ സ്ട്രെയിൻ ചെയ്യുക. ഈ സ്ട്രെയിൻ ചെയ്യുന്നത് കാരണം ഈ അരിത്തരികൾ കാണാൻ പാടില്ല. ആൻഡ് ഫൈനായിട്ട് സ്ട്രെയിൻ ചെയ്താൽ നമുക്ക് ബാറ്റർ നന്നായിട്ട് കിട്ടത്തുള്ളൂ. സോ ഈ എൻറ്റയർ പ്രോസസ്സ് നമുക്ക് നന്നായിട്ട് ചെയ്യണം. പിന്നെ ഈ മാവ് വന്നിട്ട് നമുക്ക് ഒരുമിച്ചാക്കി ടാപ്പ് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് ആ ഒരു നനവ്, ആ മാവിലൊരു നനവ് വേണം, അത് കാണണം. പിന്നെ ഇങ്ങനെ ഉണ്ട പിടിക്കുമ്പം ഈ നമുക്ക് എന്താ പറയുന്നത് ഈ അരിപ്പൊടി വന്നിട്ട് നന്നായിട്ട് ഉണ്ട പിടിക്കാൻ പറ്റണം. സോ ഇവിടെ ഞാൻ മൊത്തം മാവ് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ ഇത് ട്രാൻസ്ഫർ ചെയ്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു നനവ് കാണണം, അതുകൊണ്ട്. അതേ സമയത്ത് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു കട്ടി കൂടിയ പാത്രം. അതിലേക്ക് ഞാൻ 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് പാവ് കാച്ചിട്ട് അതായത് ചുമ്മാ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനി ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന പറയുമ്പം നന്നായിട്ട് പാവ് നന്നായിട്ട് കാച്ചിയെടുക്കണം. ഈ ഒറ്റ നൂലിൽ പദം എന്നൊക്കെ പറയുന്ന പോലെ ഇത് നമുക്ക് ഒരു പാത്രം എടുക്കുക, അത് ഇച്ചിരി വെള്ളം നിറച്ച് വെച്ചിട്ട് ഇത് ഇച്ചിരിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പം ഇത് നമുക്ക് ഉരുട്ടി എന്താ പറയുക ഉണ്ട പിടിക്കാൻ പറ്റണം. ഇതിവിടെ കാണുന്ന രീതിക്ക് നമുക്കിത് ഒരുമിച്ചാക്കി ഒരു ചെറിയ ഉണ്ട, സോഫ്റ്റ് ആയിരിക്കണം, ഒത്തിരി ഹാർഡാവാൻ പാടില്ല, അതും നോക്കണം. സോ ഇവിടെ എനിക്ക് ഫൈനായിട്ട് നല്ല പ്രോപ്പറായിട്ട് ആ ഒരു എന്ത് സ്ട്രക്ചറിലാണ് വേണ്ട അത് കിട്ടി. ഇവിടെ ഞാൻ നല്ലെണ്ണ 55 ഗ്രാം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് ഒഴിക്കുന്ന കാരണം ഈ ഒരു സ്റ്റേജ് വിട്ട് ആ പാവ് ഇച്ചിരി കൂടെ കട്ടിയാവാൻ പാടില്ല, അതുകൊണ്ടാണ്. സോ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ മാവ് ഒന്നെടുത്ത് ഓടിക്കണം. നന്നായിട്ട് ഓടിച്ചിട്ട് ഇച്ചിരി ആയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ആക്കണം. ഒരുമിച്ചിടല്, കാരണം ചിലപ്പം ശർക്കര കുറവും മാവ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇച്ചിരിയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ലംസ് കാണും, സോ ലംസ് ഇല്ലാതെ നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കണം. ഈ സ്റ്റേജിൽ അതായത് പാവ് റെഡി ആകുമ്പോഴേ ഈ സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കും, അതായത് ഗ്യാസ് നമ്മൾ ഓഫ് ആക്കും. പിന്നെ ഇതിൽ ലംസ് ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അത് മിക്സാക്കി കൊടുക്കണം. ഞാൻ മൊത്തം മാവ് ഇട്ട് വന്നപ്പോഴത്തേക്കിന് കറക്റ്റായിരുന്നു. ആൻഡ് ഇതിലേക്ക് ഞാൻ അഡീഷണൽ ഒരു 150 ഗ്രാം റൈസ് ഫ്ലോർ ഇട്ടായിരുന്നു. കാരണം എൻ്റെ മാവ് ഇച്ചിരി ലൂസനായിരുന്നു. അത് ഞാൻ നെക്സ്റ്റ് ഡേ അത് ഒബ്സർവ് ചെയ്തേ. പിന്നെ ഈ ബാക്കി മാവ് നന്നായിട്ട് ലംസ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരു തടി, അതായത് റൊട്ടിയുടെ ആ ഒരു ഉരുട്ടത്തില്ലേ ആ കട്ട എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ലംസ് മൊത്തം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിക്കുക. 50 ഗ്രാം നെയ്യ് മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ആ പാത്രം. സോ ദാറ്റ് നമുക്ക് അടി പിടിക്കാൻ പാടില്ല ഈ മാവ്. കാരണം ഈ മാവ് നന്നായിട്ട് കട്ടിക്ക് എന്താ പറയുന്നത് ഹാർഡനാവും. അപ്പം ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇച്ചിരി ലംസ് ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ എക്സ്ട്രീം ലെവൽ ലംസ് കാണാൻ പാടില്ല. അപ്പം നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയിടാം ഫ്ലേവറിന് വേണ്ടി, ഇല്ലെങ്കിൽ ജാതിക്കായുടെ പൊടിയിടാം ഫ്ലേവറിന് വേണ്ടി. ഇതിപ്പം ചൂടോടെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഇച്ചിരി കൂടെ നെയ്യ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവാതിരിക്കാനും നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയാണ്.
ഇതിനി നമുക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്യാം ഒരു ലിഡ് ഇട്ടിട്ട്. എന്നിട്ട് നമുക്കിതൊരു നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഞാനിതൊരു 2 to 3 days വയ്ക്കുന്നുണ്ട്. ഇത് ആഫ്റ്റർ 3 days നിന്ന് എടുത്ത ഒരു ബാറ്ററാണ്. സോ ഇവിടെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഞാൻ ട്രാൻസ്ഫർ ആക്കി, അത് തട്ടാൻ വേണ്ടിയാണ്. സോ ഇത് നമ്മളുടെ എന്താ പറയുന്നത്, ചപ്പാത്തി ബാറ്ററോ അങ്ങനെ ഇച്ചിരി കട്ടിക്ക് തന്നെ ഇരിക്കണം. ഞാൻ കമത്തുമ്പം അത് വരുന്നില്ല. സോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ ചെറിയ ഉണ്ട പിടിച്ച് കയ്യിൽ തട്ടാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ബട്ടർ ഷീറ്റോ എന്തെങ്കിലും വെച്ച് തട്ടി എണ്ണയിലോട്ട് ഇടാം. ഇത് പരത്തുന്ന ഇച്ചിരി എന്താ പറയുന്നത്, മീഡിയം സൈസ്, ഒത്തിരി തിന്നാവാനും പാടില്ല, ഒത്തിരി ഫാറ്റായിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു മീഡിയം സൈസ് തട്ടി കൊടുക്കുമ്പം നന്നായിട്ട് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ എവിടെയും ഒരു ക്രാക്സ് ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മളതിൽ സ്റ്റാർട്ടിങ്ങിൽ എണ്ണ ഇട്ടുകൊണ്ട്, അത് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചുകൊണ്ട് ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് വന്നത്. സോ ഇതിനി ഇങ്ങനെ ഇടുമ്പം സ്വയം അത് പൊങ്ങി വരണം. ഇതിപ്പോൾ ഞാൻ ഒന്ന് തട്ടി കൊടുക്കുന്നു മേളിലോട്ടൊന്ന് വരാനായിട്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തട്ടാതെ, ഒത്തിരി തട്ടാതെ നമ്മൾ എണ്ണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആട്ടി കൊടുക്കുമ്പം അത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇങ്ങനെ ഉൾട്ടാക്കിയിട്ട് അത് നന്നായിട്ട് വേവിക്കണം. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം വന്നിട്ട് നല്ല സ്ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കേണ്ടത്. അപ്പം ഇതിങ്ങനെ എടുത്തു ഞാനൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു സ്മാഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ അങ്ങ് ഊറ്റി കളയാൻ പറ്റും. ഒന്ന് മെല്ലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പം എണ്ണ നന്നായിട്ട് വന്നോളും. എന്നിട്ട് നമുക്കൊരു എന്താ പറയുന്നത്, പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം പതുക്കിനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇത് സ്മാഷറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഈ മത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. സോ എന്നിട്ട് ഒന്നൊന്നായിട്ട് ചുട്ടെടുക്കുക. ദിസ് ഈസ് ദ പ്രോസസ്സ്. പക്ഷേ ഫ്ലെയിം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, മീഡിയം സ്ലോയിലിരിക്കണം. അല്ലാതെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യൽ നന്നായിട്ട് കുക്കാവത്തില്ല. ഇവിടെ ഞാൻ 2 ബാറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യം കാണിച്ചത് നമ്മൾ റേഷൻ അരി വെച്ചിട്ടാണ്. പിന്നെ ഇനിയൊരു ബാറ്റർ വന്നിട്ട് നമ്മൾ ദോശമാവ് വെച്ച് ഉണ്ടാക്കിയത്. സോ ഇങ്ങനെ ഒന്നൊന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം. ആൻഡ് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇച്ചിരി മെല്ലെയാണേ, കുക്ക് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. സോ ഇത്രയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മളുടെ അതിരസം റെഡിയാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഷൻ കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ എനിക്ക് ഇച്ചിരി ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാനുണ്ട്. ഇത് അതിരസം. ദിസ് ഇസ് വാട്ട് ഐ മെയ്ഡ് ആൻഡ് ദിസ് ഇസ് സോഫ്റ്റ് ആൻഡ് എന്താ പറയുന്നത്, ചൂടായിട്ട് കഴിക്കുവാണെങ്കിൽ ക്രഞ്ചി കാണും. നമ്മൾ അല്ലാതെ കഴിക്കുവാണെങ്കിൽ അത് സോഫ്റ്റ് ആവും. ദ ഇൻസൈഡ് ലെയർ ഇസ് ലൈക്ക് ദിസ്. So yes, please follow few tips and tricks which is very useful. നിങ്ങളുടെ ഒരു this is not one day or half an hour process ഒന്നുമല്ല. It is taking 1 full day to make the base മാത്രം. പിന്നെ നെക്സ്റ്റ് ഡേയോ ഇല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. സോ പ്ലീസ് soak the rice for more than 4 hours and drain the water for 20 minutes. Don't dry it. നിങ്ങൾ നമ്മൾ ഊറ്റി വയ്ക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. അല്ലാതെ അത് തുണിയിൽ വിരിച്ചോ ഇല്ല പായൽ വിരിച്ചോ ഉണക്കല്. ആൻഡ് യെസ്, ആ മാവിൻ്റെ ടെക്സ്ചർ വന്നിട്ട് നമ്മൾ ഇട്ടിനുള്ള ഒരു മാവിൻ്റെ പരുവായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഇങ്ങനെ പിടിച്ചാൽ ഉണ്ട പിടിക്കാൻ പറ്റണം. അതാ മാവിൻ്റെ സ്റ്റേജ്. ആൻഡ് സെക്കൻഡ് വന്നിട്ട് നമ്മൾ പാവ് കാച്ചുമ്പം ഒറ്റനൂൽ പദം എന്ന് പറയും. ആ ഒരു സ്റ്റേജ് വന്നാൽ അത് അങ്ങനെ നോക്കാൻ അറിയുന്നവർ അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇച്ചിരി എടുത്ത് ഒഴിച്ച് പച്ചവെള്ളത്തിൽ നന്നായിട്ട് ഉരുട്ടി നോക്കുക. നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒരു റൗണ്ട്, ഒരു ഉരുണ്ട, ഒരു ബോൾ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ പാവ് സക്സസ്ഫുള്ളാന്ന് അർത്ഥം. ആ ഒരു സ്റ്റേജ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങളൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. സോ സ്റ്റെപ്പ് 2 ഈസ് ഓൾസോ കംപ്ലീറ്റ്. സ്റ്റെപ്പ് 3യിൽ വന്നിട്ട് നമ്മൾ മാവ് നന്നായിട്ട് ഉടച്ചിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ആൻഡ് പ്ലീസ് ടേക്ക് ഹെൽപ്പ് ഓഫ് സംവൺ ഉണ്ടെങ്കിൽ.
I didn't have anyone to help me out in that process, so I did myself. If you have someone else to help you out in the kitchen, please take their help. That will make you more easier. And yes, ലംസ് ഉണ്ടെങ്കിൽ ലംസ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്ത് ഒരു പാത്രം എടുത്ത് ഗീ ഒഴിച്ച്, ഗീ ഞാൻ കുറച്ച് വയ്ക്കാനേ പറയുന്നുള്ളൂ, കാരണം എൻ്റെ ഗീ ഇച്ചിരി കൂടിയ കൊണ്ട് ഞാനൊരു ടിപ്പ് യൂസ് ചെയ്ത് അത് ഞാൻ പറയാം. സോ ഞാൻ എടുത്തത് 55 ml ഗീ ആയിരുന്നു, അത്ര ആവശ്യമില്ലായിരുന്നു. ഒരു 20 ml ഗീൻ്റെ ആവശ്യമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഒരു പാത്രം കോട്ട് ചെയ്യാനും പിന്നെ അവസാനം മേളിലൊന്ന് ഒഴിക്കാനേ വേണ്ടൂ. അപ്പം ഗീ വന്നിട്ട് നമുക്കൊരു 20 ml മതി. ഞാൻ ഗീ കൂടുതൽ ഒഴിച്ചപ്പം എനിക്ക് എൻ്റെ മാവ് നെക്സ്റ്റ് ഡേ ഞാൻ തുറന്ന് നോക്കിയപ്പം ലൂസനായിരുന്നു. അപ്പം ഞാനത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മളുടെ റെഡിമെയ്ഡ് ഇടിയപ്പം റൈസ് പൗഡറില്ലേ അതെടുത്ത് മിക്സാക്കി, അതായത് 150 grams റൈസ് ഫ്ലോർ ഞാൻ എടുത്ത് മിക്സാക്കി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി വെച്ചു. അതൊന്നും അതില്ല, പക്ഷെ നിങ്ങൾ നെക്സ്റ്റ് ഡേ അത് ചുടണം, ഇല്ലെങ്കിൽ ആ മാവ് പന്നിലാവും. സോ ദിസ് ഇസ് ടിപ്പ് നമ്പർ 3. ആൻഡ് യെസ്, ടിപ്പ് നമ്പർ 4 വന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പം ആ ഫ്ലെയിം വന്നിട്ട് സ്ലോ അല്ലെങ്കിൽ മീഡിയമിലായിരിക്കണം. പിന്നെ ഒത്തിരി എണ്ണയിലൊന്നും ചൂടേണ്ട ആവശ്യമില്ല. എനിക്കിത് എത്ര ഒരു 50-55 അതിരസം ഞാൻ ചുട്ടു. എനിക്ക് ഒരു 1/4 കിലോ എണ്ണ ആയുള്ളൂ. ആൻഡ് ഐ യൂസ്ഡ് ഗോൾഡ് വിന്നർ, നോ പ്രൊമോഷൻ, നത്തിങ്. ഇറ്റ് ഈസ് മൈ പേഴ്സണൽ വിച്ച് ഐ യൂസ് ഇറ്റ്. ആൻഡ് യെസ്, സ്റ്റോർ ഇറ്റ് ഇൻ എ ക്ലീൻ കണ്ടെയ്നർ. ഫസ്റ്റ് ഒരു നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഇടില്ലേ, പ്ലീസ് ഐ ഡോണ്ട് സജസ്റ്റ് യു ന്യൂസ് പേപ്പർ, യൂസ് ടിഷ്യൂ ഓർ നിങ്ങളുടെ അടുത്ത് നല്ലൊരു കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് അത് താഴെ ഇട്ടിട്ട് അതിരസം അടുക്കി വെച്ചിട്ട് മേളിലൊരു ക്ലോത്ത് ഇടുമ്പോൾ റിമൈനിങ് ഓയിൽ സക്ക് ചെയ്തെടുക്കും. ആൻഡ് പ്ലീസ് ട്രൈ ദിസ് റെസിപ്പി, ഇറ്റ് വിൽ കം സക്സസ് ഫോർ എവ്രി വൺ. It is possible. And yes, if you like my channel, please do like, share and subscribe. See you in the next video. Until then, tata, bye bye.